ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ടു സിദാസ് റെസിപ്പീസ്. നമ്മളിന്നൊരു വെഡ്ഡിംഗ് കേക്കാണ് കേട്ടോ റെഡിയാക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു വെഡ്ഡിംഗ് കേക്ക് റെഡിയാക്കാം. എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നൊരു കേക്കാണ് വെഡ്ഡിംഗ് കേക്ക് എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും നമ്മുടെ 2 ടയർ കേക്ക്. അപ്പോൾ നമുക്ക് 2 ടയർ കേക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, പുറത്തുനിന്നൊന്നും വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ എങ്ങനെ നമുക്ക് അടിപൊളിയായിട്ട് എങ്ങനെ ഈ ഒരു കേക്ക് ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. അപ്പം ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കേക്ക് ടിനൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പം ഞാനിവിടെ നമ്മുടെ വീട്ടിൽ സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ള പാത്രങ്ങളാണ് കേട്ടോ കേക്ക് ടിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു അളവിലുള്ള പാത്രങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താൽ മതി, അല്ല എന്നുണ്ടെങ്കിൽ കേക്ക് ടിൻ എടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് റൗണ്ട് ഷേപ്പിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഞാനിവിടെ റൗണ്ട് ഷേപ്പിലുള്ള 2 കേക്ക് ടിനാണ് എടുത്തിട്ടുള്ളത്. അപ്പം ചെറിയ കേക്കിന് വേണ്ടിയിട്ട് സോസ് പാൻ ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് 6 ഇഞ്ചിൻ്റെ സോസ് പാൻ ആണ്. അപ്പം നിങ്ങൾ കേക്ക് ടിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 6 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ എടുക്കുക. പിന്നെ സോസ് പാൻ ആകുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഹൈറ്റിൽ കേക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടിയാണ്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വലിയ കേക്കിന് വേണ്ടിയിട്ട് അലുമിനിയത്തിൻ്റെ ഒരു പാത്രമാണ്. ഇത് ഒരു 8 ഇഞ്ച് വലുപ്പത്തിലുള്ള പാത്രമാണ് കേട്ടോ, അതുകൂടി ഞാൻ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ 2 കേക്ക് ടിന്നുകളൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അലുമിനിയത്തിൻ്റെ പാത്രത്തിലോട്ട് കുറച്ച് ഓയിലൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് എല്ലായിടത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനടിയിലായിട്ട് ഒരു ബേക്കിംഗ് പേപ്പർ കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ അത് നന്നായിട്ട് കറക്റ്റായിട്ട് തന്നെ അവിടെ നിന്നോളും. ഇനി നമുക്ക് സോസ് പാന് കൂടി ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബേക്കിംഗ് പേപ്പർ റൗണ്ടിൽ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അതിനുശേഷം മുകളിലായിട്ട് കുറച്ചുകൂടി ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊരു പാത്രമായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അലുമിനിയത്തിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബീറ്റ് ചെയ്യാനുള്ള മുട്ടയൊക്കെ ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് 5 മുട്ടയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം വലിയ കേക്കാണ് കേട്ടോ റെഡിയാക്കുന്നത്. 1.25 കിലോ ആണ് നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ തൂക്കം വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിന് കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഇനി മുട്ടയിലോട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 5 മുട്ട ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് നന്നായിട്ടൊന്ന് കുറേശ്ശെയായിട്ട് ഈ മുട്ടയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ മുട്ടയും അതുപോലെ തന്നെ പൊടിച്ച പഞ്ചസാര നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ആണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ ചൂടോട് കൂടിയിട്ടുള്ള പാലാണ് കേട്ടോ, അങ്ങനെ ആകുമ്പോൾ അതാണ് ഇതിലേക്ക് നന്നായിട്ടിരിക്കുക. അപ്പം നമുക്ക് ചെറിയ ചൂടോട് കൂടിയിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നോർമലായിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുത്താലും മതി. ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ള പാൽ ഒരിക്കലും യൂസ് ചെയ്യരുത് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പാലും നമ്മുടെ ബാറ്ററിൽ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സാധാരണ ഓയിൽ എടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത് കേട്ടോ, അതാകുമ്പം നമുക്ക് ആ ഒരു ടേസ്റ്റ് ഇതിലേക്ക് വരും. അപ്പം ടേസ്റ്റ് ഇല്ലാത്ത സ്മെല്ലില്ലാത്ത നമുക്ക് ഇത് ഓയിൽ ഇതിലേക്ക് യൂസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1.25 കപ്പ് പൊടി ഇട്ട് കൊടുക്കാം. മൈദപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതുകൂടി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള പൊടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ ഒരു പൊടി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറേശ്ശെയായിട്ട് വേണം കേട്ടോ ബാറ്ററിലോട്ട് ഇട്ട് കൊടുക്കാൻ. അതിനുശേഷം നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം.
റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലോട്ട് നമ്മുടെ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബേക്ക് ചെയ്തെടുക്കുന്നത് സ്റ്റൗവിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പം ഉപ്പിട്ടിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു വലിയ അലൂമിനിയം പാത്രത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുള്ളിൽ ചെറിയ സ്റ്റാൻഡും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ളതാണ്. അതിലേക്കാണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്ന് വെച്ച് കൊടുക്കുന്നത്. അതുകൂടാതെ കേക്ക് ടിന് മുകളിലായിട്ട് ഒരു അടപ്പ് വെച്ചിട്ട് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ മുകൾ ഭാഗം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് ഒരു 38-35 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇതേ സമയത്തിന് നമുക്ക് രണ്ടാമത്തെ കേക്കും റെഡിയാക്കാം. ഇത് ചെറിയ കേക്കാണ് കേട്ടോ. നമ്മൾ സോസ് പാനിലാണ് റെഡിയാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരച്ച് മാറ്റി വെക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊന്ന് അരിപ്പയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ള് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മുട്ടയൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു കേക്കിലോട്ട് ഞാനിവിടെ 3 മുട്ടയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പാത്രത്തിലോട്ട് തന്നെ 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പോളം പഞ്ചസാര പൊടിച്ചതും ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പൊടിച്ചതിന് ശേഷം 1/4 കപ്പ് ആ ഒരു അളവിലാണ് പറയുന്നത് കേട്ടോ. അപ്പം അതും ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബട്ടർ സ്കോച്ച് എസെൻസ് കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ മുട്ട ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ആ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയതിന് ശേഷം നമുക്ക് ബട്ടർ സ്കോച്ചിൻ്റെ എസെൻസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ആ ബട്ടർ സ്കോച്ചിൻ്റെ എസെൻസും ഒക്കെ നമ്മുടെ മുട്ടയിൽ നന്നായിട്ട് പിടിക്കണം. ആ ഒരു എസെൻസിന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പൊടികൾ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ സോസ് പാനിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കുക. അതിനുശേഷം ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. ബേക്ക് ചെയ്യുന്ന സമയത്ത് ഇത് സോസ് പാൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനടിയിൽ നല്ല കട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കണം. അലുമിനിയം പാത്രമോ അല്ലെങ്കിൽ കട്ടിയുള്ള ഫ്രൈ പാനോ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഫ്രൈ പാനാണ് കേട്ടോ അടിയിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് ചൂടായ സമയത്താണ് നമ്മുടെ സോസ് പാൻ ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു അടപ്പും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബേക്ക് ചെയ്ത് കിട്ടണം. അപ്പോൾ ഏകദേശം ഒരു 38-35 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡിയായി കിട്ടും. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ വലിയ കേക്കിന് 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ചെറിയ കേക്കിന് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ചെയ്യുന്ന ഫ്രോസ്റ്റിങ്ങിൻ്റെ അനുസരിച്ചിട്ടായിരിക്കും അതിന് ആവശ്യമായിട്ടുള്ള ക്രീം വരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് വിപ്പിംഗ് ക്രീമും ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വൈറ്റ് കളറുള്ള കേക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് പ്രത്യേകിച്ച് കളറൊന്നും ആഡ് ചെയ്യാനില്ല. കേക്ക് ഇത് അവിടെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കണം. അപ്പോൾ കേക്കും ഈ ഒരു സമയം കൊണ്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് തണുത്തതിന് ശേഷം 3ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. 2 കേക്കും 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ടേണിംഗ് ടേബിളിൽ കേക്ക് ബോർഡ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ചൊന്ന് വിപ്പിംഗ് ക്രീം ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വലിയ കേക്കിൻ്റെ ഒരു ലെയർ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഷുഗർ സിറപ്പ് 1/4 കപ്പ് വെള്ളത്തിലോട്ട് ഒരു 10 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അത് നന്നായിട്ട് ഇതിലേക്ക് മുഴുവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് വെറ്റാക്കി എടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഈ ഒരു നോസിലോട്ട് വിപ്പിംഗ് ക്രീം ആക്കിയിട്ടാണ് ഇതൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്.
ഇനി ഇത് സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി നെക്സ്റ്റ് ലെയർ കേക്ക് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. 3 ലെയറും വെച്ച് കൊടുത്തതിന് ശേഷം വിപ്പിംഗ് ക്രീം വെച്ചിട്ട് കേക്ക് മുഴുവനായിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഇനി നമുക്ക് വേറൊരു ബോർഡിൽ നമുക്ക് രണ്ടാമത്തെ കേക്ക് ഒന്ന് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യുന്ന പോലെ തന്നെ ഈ കേക്കും ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കുക. അതിനുശേഷമാണ് നമ്മൾ മറ്റേ കേക്കിൻ്റെ മുകളിലോട്ടായിട്ട് ഇത് വെച്ച് കൊടുക്കുന്നത്. അപ്പം ഈ ഒരു കേക്കിന് ഞാൻ 3/4 കപ്പ് വെള്ളത്തിലോട്ട് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഷുഗർ സിറപ്പാണ്. അതാണ് ഇതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ രണ്ടാമത്തെ കേക്ക് മുഴുവനായിട്ട് വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുമ്പ് ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന വലിയ കേക്ക് ഉണ്ടല്ലോ, അതൊന്ന് എടുത്തു വെക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇതുപോലുള്ള സ്ക്യൂറോ അല്ലെങ്കിൽ നമ്മൾ 2 ടയറിന് വെക്കുന്ന സ്ട്രോ ഉണ്ട്, അത് യൂസ് ചെയ്താലും മതി. അപ്പോൾ എല്ലാവരുടെ കയ്യിലും അങ്ങനെയുള്ള സ്ട്രോ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇതുപോലുള്ള സ്ക്യൂർ ഉണ്ടായാലും മതി. അപ്പോൾ ഇതൊന്ന് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ അളവ് നോക്കുക, കുറച്ച് മുകളിലായിട്ടായിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂർപ്പുള്ള ഭാഗം ഉണ്ടാവും, ആ ഒരു ഭാഗം മുകളിലോട്ടാക്കി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് താഴ്ത്തി കൊടുക്കാം. 2 സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ കേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കേക്ക് കറക്റ്റായിട്ട് തന്നെ അവിടെ നിന്നോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു സ്റ്റിക്ക് വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ ചെറിയ കേക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 സ്പാച്ചുല എടുത്തിട്ടുണ്ട്. അത് 2 ഭാഗത്തു നിന്നും ഒന്നങ്ങ് കേക്ക് ഇളക്കിയെടുക്കുക. അതിനുശേഷം 2 സ്പാച്ചുല വെച്ചിട്ട് ഇതൊന്ന് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നടുഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിലോട്ടായിട്ട് മാറും. നമുക്ക് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെക്കറേഷൻ ആട്ടോ ചെയ്യുന്നത്. കൂടുതലായിട്ടുള്ള ഡെക്കറേഷൻസ് ഒന്നും ചെയ്യുന്നില്ല, ഒരുപാട് വർക്കൊന്നും ചെയ്യുന്നില്ല, ചെറിയ രീതിയിലൊന്ന് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അപ്പം ആദ്യം നമുക്ക് അതിന് വേണ്ടിയിട്ട് റിബൺ ആണ് വേണ്ടത്. അപ്പോൾ ഇതുപോലുള്ള ബ്ലാക്ക് കട്ടി കുറഞ്ഞ റിബൺ ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് എല്ലാ ഫാൻസികളിലും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകളും ഒക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. 8-10 രൂപയേ ഉള്ളൂ ഇതൊരു റോളിന്. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അരികു ഭാഗം ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ റിബൺ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഫ്ലവർ ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റോസ് ഫ്ലവറിൻ്റെ നോസിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, N1 ആണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് വെച്ചിട്ട് റോസ് ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ചെറിയ നോസിലും അതുപോലെ തന്നെ റോസ് വരക്കുന്ന വലിയ നോസിലും വെച്ചിട്ടാണ് റോസ് വരച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇങ്ങനെ ചെറിയ നോസിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റോസ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ റോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മുടെ കേക്കിലോട്ടൊന്ന് വെക്കാം. അപ്പോൾ ആ കേക്കിലോട്ട് വെക്കുന്ന ഫോട്ടോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊന്ന് സൈഡ് ഭാഗത്തായിട്ടൊന്ന് വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് വലിയ റോസ് ഒന്ന് ഉണ്ടാക്കാം. അപ്പോൾ റോസ് വലുതായതുകൊണ്ട് തന്നെ ഞാനൊരു പാത്രത്തിൻ്റെ ബാക്ക് ഭാഗമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ആദ്യം ഒന്ന് കുറച്ച് വിപ്പിംഗ് ക്രീം ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലാണ് നമ്മൾ നോസിൽ വെച്ചിട്ട് റോസ് ഒന്ന് വരച്ചെടുക്കുന്നത്.
അപ്പോൾ അതാ നമ്മൾ കേക്കിലോട്ട് ഫൈനലായിട്ട് എല്ലാതും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം വലിയ റോസ് നമ്മൾ ഒന്നേ വെച്ച് കൊടുത്തിട്ടുള്ളൂ, മുകൾ ഭാഗത്തായിട്ട് മാത്രമേ വെച്ച് കൊടുത്തിട്ടുള്ളൂ, ഒരു സൈഡ് ഭാഗത്താണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ചെറിയ റോസ് 3 എണ്ണം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു, അത് 3ഉം സൈഡ് ഭാഗത്തായിട്ട് ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ഇതാ ഈ ഒരു ഷുഗർ ബോൾസ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതുകൂടി വെച്ച് കൊടുത്താൽ നന്നായിരിക്കും, നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇത് ഇടയ്ക്കിടയ്ക്കായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര അകലത്തിലാണോ വേണ്ടത് അതിനനുസരിച്ച് ഒന്ന് വെച്ച് കൊടുക്കാം. സൈഡ് ഭാഗങ്ങളിലും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഫൈനലി നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലായിടത്തേക്കും ഷുഗർ ബോൾസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വെഡ്ഡിങ് ടോപ്പർ കൂടി വെച്ച് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ, നമ്മുടെ വെഡ്ഡിങ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പ്രീവിയസ് വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്